അങ്ങനെ ധനികനായ ഒരു മനുഷ്യൻ, പക്ഷെ ജീവിതത്തിന്റെ ചില പ്രതിസന്ധികളിൽ അകപ്പെട്ട് തന്റെ ജീവിതം വഴിമുട്ടിപ്പോയ ഒരു ജീവിത സാഹചര്യം യാക്കോബിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ജ്യേഷ്ഠാവകാശം കൈവശമാക്കുവാൻ യാക്കോബ് എന്ത് ചെയ്തു? കഥയൊക്കെ നമുക്കറിയാം അല്ലേ? അമ്മയുടെ ശുപാർശയോടുകൂടി കള്ളത്തരം കാണിച്ച് ജ്യേഷ്ഠാവകാശം ആര് സ്വന്തമാക്കുന്നു? യാക്കോബ് സ്വന്തമാക്കുന്നു. അങ്ങനെ ജീവിതത്തിൽ യാതൊരു മേഖലയിലും ഒരു സത്യസന്ധത പുലർത്താത്ത ഒരു മനുഷ്യനായിട്ടാണ് യാക്കോബിനെ ഉൽപ്പത്തിയുടെ ആദ്യ നാളുകളിൽ നാം കണ്ടുമുട്ടുന്നത്. നാം ആമുഖമായിട്ട് പറഞ്ഞു, യാക്കോബിന് 12 മക്കൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. വൈദികരുടെ